മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുള്ളവരാണോ? അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ഉള്ളില്ല എന്ന് വിഷമിക്കുന്നവർ, മുടി ചെറുപ്പത്തിലേ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഗ്രേ ഹെയർ വന്നവർ, ഒട്ടും ആരോഗ്യമില്ലാത്ത ഹെയറാണ് എന്നൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഈ ഒരു ടോണിക് ഹെയർ ടോണർ അല്ലെങ്കിൽ ഹെയർ ടോണിക് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ നല്ല വ്യത്യാസം കാണും. ഹെയർ നല്ലപോലെ വളരും. അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ, ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആയിക്കോട്ടെ, ഒരുപാട് കെമിക്കലൊക്കെ ചെയ്ത് ഒരുപാട് പ്രശ്നമായിട്ടുള്ള ഹെയർ ആണെങ്കിലൊക്കെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. അതും ഒരു പൈസ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 100% നാച്ചുറലായിട്ടും കെമിക്കലൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ടോണറാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാനു ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടോണറാണ് കേട്ടോ. ഭയങ്കര എനിക്ക് എന്താ പറയുക, ഞാൻ എല്ലായ്പ്പോഴും പറയാം, നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരുമല്ലോ. കാരണം ഇതിൽ അത്രയും റിസൾട്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു സന്തോഷം വരും അല്ലേ. അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. കാരണം അത്രയും ഞാൻ ഗ്യാരൻറ്റി പറയുവാണ്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും വേണ്ട. ആദ്യം കുറച്ച് വെള്ളം എടുക്കുക. 2 കപ്പ് വെള്ളം, നന്നായി ഫിൽറ്റർ ചെയ്ത് വെള്ളം എടുക്കുക. ഒരു പാൻ വയ്ക്കുക, ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരിക. ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളുടെ നാൽപ്പമരാതി ഓയിൽ ക്ലെൻസർ, മിൽക്ക് ക്ലെൻസർ ഒരുപാട് പേര് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടെ എടുത്ത് പറയണം, നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു 1 വീക്ക് ടു 10 ഡേയ്സ് എങ്കിലും എടുക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമമൊന്നും വേണ്ട. ഈ ഓർഡർ ചെയ്ത എല്ലാവർക്കും പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീ ബുക്കിംഗ് ആണ്. നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്യണം. നമ്മൾ അതിനനുസരിച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, സ്റ്റോക്ക് നമ്മൾ വെക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡാണ് ഈ പ്രൊഡക്റ്റിന്. കാരണം അത്രയും സൂപ്പറാണ്, അത്രയും റിസൾട്ടാണ്. മാജിക് എന്ന് വെച്ചാൽ പറയേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയും. ഇത് ഉപയോഗിച്ചവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. 1 ടൈം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും ഇതൊരു മാജിക് തന്നെയാണെന്നുള്ളത്. കാരണം ഇതൊരു അല്പമരാതി ഓയിലാണെങ്കിൽ ഒന്നും പറയുകയാണെങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിൽക്കിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മിൽക്ക് ക്ലെൻസറാണ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ അവരുടെ ആ ഡ്രൈനെസ്സും മണ്ണിമണൊക്കെ മാറി ഭയങ്കര ഒരു ക്ലിയർ സ്കിൻ കിട്ടും കേട്ടോ. അപ്പോൾ അതും മൈൻഡിൽ വെക്കുക. ഞാനത് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ ഈ ഒരു ടോണർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതുള്ളത്. അപ്പോൾ 2 കപ്പ് വെള്ളം നമ്മൾ വെച്ചു. അപ്പോൾ ആ 2 കപ്പ് വെള്ളം നമ്മളൊരു പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ചെറുതായിട്ട് ഈ കുമിളകൾ വരുമല്ലോ, ചെറിയ ചൂടൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ കപ്പിൽ 1/4 കപ്പ് നമ്മൾ ഉലുവ എടുത്തിടുക. ഉലുവ അതിലേക്കിടുക. ഉലുവ നമുക്കറിയാം ഹെയറിൻ്റെ എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒരുപാട് പാക്കുകളിലും ഹെയർ ഫോളിനും ഹെയറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉലുവ എന്ന് പറയുന്നത് ഭയങ്കര റിസൾട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ സെയിം അളവിൽ കരിഞ്ജീരകം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഷോപ്പുകളിൽ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. സെയിം അളവിൽ നമ്മൾ കരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിലേക്ക് നമ്മൾ അതേ അളവിൽ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, പച്ചരിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ബാസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. സോ അത് സെയിം അളവിൽ നമ്മൾ ഉലുവയൊക്കെ എടുത്തില്ല, അതേ അളവിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൂടായതിന് ശേഷം വേണം നമ്മളിതെല്ലാം ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മളുടെ താളി ആരും മറന്നിട്ടില്ലല്ലോ, താളി വേണം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം, നമ്മൾ ചെമ്പരത്തിയുടെ മോവുണ്ടല്ലോ, മൊട്ട്, നമ്മളെ നാട്ടിൽ അങ്ങനെ പറയാം, നിങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അതെടുക്കുക. ഒരു 7-8 എണ്ണമെങ്കിലും എടുക്കണം കേട്ടോ, വിരിയുന്നതിന് മുമ്പുള്ളത്. ഓക്കെ, അതെടുത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ അതിലേക്ക് നമ്മളുടെ മറ്റേ ഇതെടുക്കാം, കറിവേപ്പില. നിങ്ങളെങ്ങനെ പറയാം, വേപ്പില എന്ന് പറയാം. ഓക്കെ, അപ്പം കറി ലീവ്സ്. ഓക്കെ, അത് ഡ്രൈ ആണ് വേണ്ടത്, പച്ചയല്ല, ഡ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അതും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് പക്ഷേ ഒരുപാട് ഹീറ്റിലിട്ടിട്ട് തിളപ്പിക്കരുത്, കുറച്ച് ഹീറ്റ് കുറച്ചിട്ട് നന്നായിട്ട് മീഡിയം ഇതിലിട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് കൊണ്ടുവരിക. നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ. ഒരുപാട് വറ്റിക്കരുത്. ഒരു മീഡിയം ലെവലിലാകുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് തന്നെ ഇതൊന്ന് ബോയിൽ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. എന്നതിന് ശേഷം ഇത് തണുപ്പിച്ചതിന് ശേഷം നമ്മളൊരു ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിനർ യൂസ് ചെയ്ത് ഇതെല്ലാം അരച്ചെടുക്കാം. എന്നതിന് ശേഷം ഇത് നമ്മളൊരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോ മാറ്റി വയ്ക്കുക.
അതല്ലെങ്കിൽ നമ്മളൊരു വലിയ ഇപ്പോൾ ഇത്രയും അളവെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ബോട്ടിൽ മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി. പിന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക. എപ്പോഴും നമ്മൾ ഹെയറിൻ്റെ ഓരോ പ്രശ്നം ഉണ്ടാവുന്നതും നമ്മളുടെ റീസൺ കൊണ്ട് തന്നെയാണ്. കാരണം പലവരും പ്രോപ്പറായിട്ട് ഷാമ്പു വാഷ് ചെയ്യാറില്ല. പിന്നെ എല്ലാവർക്കും, ചില ആൾക്കാർക്ക് എപ്പോഴും എണ്ണ തേച്ചില്ലെങ്കിൽ ഹെയറിന് പ്രശ്നമാണ്, തലവേദനയാണ്. അങ്ങനെ ഡെയിലി ബേസിൽ എണ്ണ തേക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും ഡെയിലി എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓൾറെഡി കാരണം നമുക്ക് ആവശ്യമുള്ള സെബം നമ്മളുടെ സ്കാൽപ്പിൽ നിന്ന് നമ്മുടെ ശരീരം തന്നെ അത് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എക്സ്ട്രാ നമ്മൾ കുറേ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ശരിക്കും. അപ്പോൾ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഷാമ്പു ഇട്ടാൽ മറ്റേ കണ്ടീഷണർ നിർബന്ധമായിട്ട് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വെളിച്ചെണ്ണ കൊടുക്കുക. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ചൂടിൽ ഒന്ന് എടുത്തിട്ട് സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിർബന്ധമായിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുക. ഒരു കാരണവശാലും ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നിൽക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പല ആൾക്കാരുടെയും ഒരുപാട് തെറ്റിദ്ധാരണയാണ്, നമ്മൾ അത് ചെയ്ത പ്രശ്നം, മറ്റേ എന്താ പറയുക, ഓയിലിടണം, ആ പാക്ക്, ഇപ്പം അതൊന്നും ആവശ്യമില്ല. എപ്പോഴും ഹെയർ നമ്മളെപ്പോഴും നന്നായിട്ട് ക്ലിയറായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ എപ്പോഴും നോർമലി ക്ലിയറുള്ള സ്കാൽപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റോ അരമണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇത് ഒന്നും ഇതിനകത്ത് ദോഷമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് പെട്ടെന്ന് തന്നെ ചില കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ഏർലിയായിട്ട് തന്നെ നമുക്ക് ഗ്രേ ഹെയർ ഒക്കെ വരുന്നത് കാണാം അല്ലേ, മുടി നരച്ച് പോകുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, മുടി വളരാത്തവർക്ക്, മുടി വളർച്ച ഭയങ്കര കുറവാണെന്നുള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഹെയറിൻ്റെ ഡെൻസിറ്റി കൂടും. അതുപോലെ തന്നെ ഒട്ടും ആരോഗ്യമില്ലാത്ത രീതിയിൽ ഹെയർ നമുക്ക് ഇങ്ങനെ നോക്കിയാലേ ഒട്ടും ഒരു ഡെൻസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ടോണർ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ്സോ ഹാഫ് ആൻ അവറോ 1 അവറോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാഷ് ചെയ്ത് കളയാതിന് ശേഷം ദെൻ ഇത് നമ്മൾക്ക് നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ കൊടുത്തോ. വേറെ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം, വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് പോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ ഹെയറും കൂടാതെ മറക്കരുത് കേട്ടോ. ഹെയറിനുള്ള എല്ലാ കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത്, മോയ്സ്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണർ എന്താണെന്ന് അറിയാത്തവർ മനസ്സിലാക്കുക. കണ്ടീഷണർ എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. അത് നമ്മളുടെ ഹെയറിന് ആവശ്യമുള്ള മോയ്സ്ചറാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ഷാമ്പു ഇട്ടോ അപ്പോഴൊക്കെ നിങ്ങൾ മോയ്സ്ചർ കൊടുക്കുക. കണ്ടീഷണർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം ഹെയറിൽ ഒരു വെള്ളം തട്ടിയാൽ പോലും നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് 3 പാളികളാണ്. ക്യൂട്ടിക്കൽ കോർട്ടെക്സ് മെഡൽ, ഇങ്ങനെ 3 പാളികളാണ്. നിങ്ങളൊരു ഷാമ്പു ഇട്ട് അറിയാലും ഇങ്ങനെ ഫ്രിസി ആയിട്ട് നിൽക്കും. നിങ്ങൾ കണ്ടീഷണർ ഇടാതെ നോക്ക്, ഇങ്ങനെ വിരിഞ്ഞു വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ 3 പാളികളും ഓപ്പണായിട്ടിരിക്കുക. ആ സമയത്ത് നിങ്ങളൊന്ന് ഡ്രൈ ആയതിനു ശേഷം കോംബ് ചെയ്ത് നോക്കും, മുടിയെല്ലാം പൊട്ടി വീഴും. കാരണം ഇതിങ്ങനെ ഓപ്പണായിരിക്കാൻ പാടില്ല. ഇതിന് എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള മോയ്സ്ചർ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ അടഞ്ഞ് ക്ലിയറായി നല്ല സോഫ്റ്റായി. നമ്മൾ കണ്ടീഷണർ ഇടുമ്പോൾ എന്താവും സംഭവിക്കുക? ഹെയർ ഭയങ്കര സോഫ്റ്റായിട്ട് വരും. എന്തുകൊണ്ട് സോഫ്റ്റായിട്ട് വരുന്നു? നമ്മളവിടെ പ്രോപ്പറായിട്ട് മോയ്സ്ചർ കൊടുത്തത് കൊണ്ടാണ് ഇത് സോഫ്റ്റായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എപ്പോൾ ഷാമ്പൂ ഇട്ടാലും കണ്ടീഷണർ ഇടുക, സ്കാൽപ്പ് വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോഴും മുടിയിൽ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കാൽപ്പിലേക്കാണ് നമുക്ക് ഷാമ്പൂ ആവശ്യം. ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക, വാഷ് ഔട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം കണ്ടീഷണർ ഇട്ട് 5 മിനിറ്റ്സെങ്കിലും വെക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്കിൻ കെയർ പോലെ തന്നെ ഹെയർ കെയറും മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്കിൻ കെയർ അറിയാത്തവർക്ക്, സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് സ്കിൻ കെയറിൻ്റെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്ത്
ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ ഒരു എന്താ പറയുക നമ്മൾ സ്കിൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നമ്മളെ കാണുമ്പോൾ എന്നും നമ്മൾ ഓക്കെയാണ് എന്നുള്ള ഒരു ഫീലൊക്കെ വേണ്ടേ. ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ അറിയില്ല, എന്ത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ക്ലിയർ സ്കിൻ തരും. അപ്പോൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ നിന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ നാൽപ്പമരാതി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ആണ്, അതും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിലുപരി നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.